ഫെബ്രുവരി 24-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടണലിൽ കൊലാപ്സ് ഉണ്ടാവുകയും, അതായത് തെലങ്കാനയിലെ നാഗർ കുർണൂൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ടണൽ കൊലാപ്സ് ആവുകയും അതിൽ കുറേ വർക്കേഴ്സ് ട്രാപ്പായി പോവുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. തെലങ്കാനയിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 8ഓളം വർക്കേഴ്സാണ് 30 മണിക്കൂറോളമായിട്ട് ഈ ഒരു കൺസ്ട്രക്ഷൻ ടണൽ നാഗർ കുർണൂൽ, തെലങ്കാനയിലുള്ള നാഗർ കുർണൂളിലുള്ള ഈ ഒരു ടണലിൽ കുടുങ്ങിക്കിടക്കുന്ന ടണലിന്റെ റൂഫ് കൊലാപ്സ് ആവുകയാണ് ചെയ്തിട്ടുള്ളത് എക്സ്കവേഷൻ സമയത്ത് ഇന്നുകൂടി ഓർത്തുവെക്കുന്നതാണ്. അതായത് ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാൽ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ടണലാണ് ഇവിടെ തകർന്നിട്ടുള്ളതെന്നും കൂടി ഓർത്തുവെക്കുക. അവിടുത്തെ വിവിധ റെസ്ക്യൂ ഏജൻസീസുകൾ, ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, ആർമി, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സുകൾ തുടങ്ങിയവയെല്ലാം തന്നെ ഈ ട്രാപ്പായ വർക്കേഴ്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വാർത്ത വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ടണ്ണിന്റെ ഏകദേശം മുഴുവൻ ഭാഗവും ഡെബ്രിസ് കവേർഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹെവി മെഷീനറീസ് ഒക്കെ കടന്നു ചെല്ലാനോ മണ്ണിനെ നീക്കം ചെയ്യാനോ പറ്റുന്നില്ല. ട്രാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പോർട്ടബിൾ ആയിട്ടുള്ള PA സിസ്റ്റം വെച്ചിട്ടുള്ള കോൺടാക്ട് ചെയ്യാനുള്ള എഫേർട്ടുകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും സക്സസ്ഫുൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രാപ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് അൺകോൺഷ്യസ് ആയിരിക്കാം, അവിടെ ഫുഡില്ല, വെള്ളമില്ല, ഹീറ്റാണ്, ഭയങ്കര പ്രഷറാണ്. അപ്പോൾ എന്താണ് അവരുടെ സാഹചര്യം എന്ന് പോലും മനസ്സിലാവുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ അവിടുത്തെ സ്റ്റേറ്റ് കമാൻഡോ ഫോഴ്സുകളും എലൈറ്റ് നേവിയുടെ മാർക്കോസിനെയൊക്കെ സർവീസിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തെലങ്കാനയിൽ ഈ ഒരു ടണൽ തകർന്നു വേണ്ടിയിട്ടുള്ള വിഷയം ഒന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തൊരു വാർത്ത USAIDുമായി ബന്ധപ്പെട്ടാണ്. USAID ഇന്ത്യക്ക് ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ USAIDയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളാണ് ട്രംപ് പ്രഖ്യാപിക്കുന്നതായിട്ടുള്ളത്. ഇതിന് പലതരത്തിലുള്ള ക്രിറ്റിസിസം വരുന്നുണ്ട്, പലപ്പോഴും തെറ്റായിട്ടുള്ള ഡാറ്റയാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു USAIDുമായി ബന്ധപ്പെട്ടുള്ള മൾട്ടിപ്പിൾ ന്യൂസസ് നമുക്ക് കാണാൻ പറ്റും, എഡിറ്റോറിയലും കാണാൻ പറ്റും. അപ്പോൾ എന്താണ് വിഷയം എന്ന് നോക്കാം. അതായത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയാണ് USന്റെ സപ്പോർട്ടിംഗ് ഏജൻസി ആയിട്ടുള്ള USAID അവർ ഇന്ത്യക്ക് വോട്ടർ ടേൺ ഔട്ട്, അതായത് വോട്ടർ അവകാശം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വോട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മില്യൺസ് ഓഫ് റുപ്പീസ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ $18 മില്യൺ നൽകിയിട്ടുണ്ടെന്നാണ് പ്രഖ്യാപിക്കുക. നേരത്തെ ഇദ്ദേഹം ഇത് 21 മില്യൺ നൽകിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയുടെ ഇലക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യ ആണെങ്കിൽ യുഎസിന്റെ മേലെ ഹൈ താരിഫ് ചുമത്തുവാണ്. ആ ഒരു രാജ്യത്തിനാണ് 21 മില്യൺ അവരുടെ രാജ്യത്ത് ഇലക്ഷൻ നടത്താൻ വേണ്ടി നൽകിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി, ഡോജ്, ഇത് ഓർത്തു വെക്കുക. എലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് US സ്റ്റാർട്ട് ചെയ്തതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി. ഇവരാണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് USAID ഗ്രാന്റ് നൽകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ട്രംപ് ഇതിനെ മൾട്ടിപ്പിൾ ടൈംസ് പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കും പോയിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തുവെക്കണേ. അപ്പം നിലവിൽ $18 മില്യൺ ഇന്ത്യക്ക് വേണ്ടി നൽകി എന്നാണ് പറയുന്നുള്ളത്. പക്ഷേ ഡോജിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഈ ഒരു മണി പ്ലാൻ ചെയ്ത മണിയാണോ അല്ല സ്പെൻഡ് ചെയ്ത മണിയാണോ എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻസ് ഉണ്ട്. അതായത് അവർ കൊടുക്കാൻ ഉദ്ദേശിച്ച പൈസയാണോ അല്ല കൊടുത്ത പൈസയാണോ എന്താണ് പറയുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ മീഡിയാസും അതുപോലെ തന്നെ വാഷിംഗ്ടൺ പോസ്റ്റ് ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇത്തരത്തിൽ ഇന്ത്യയിൽ വോട്ടർ ടേൺ ഔട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്, ഇലക്ഷൻ ആൾക്കാരുടെ വോട്ടിംഗ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി യാതൊരു തരത്തിലുള്ള ഫണ്ടിങ്ങും USAID നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈവൻ USAIDന്റെ ഒഫീഷ്യൽസ് പോലും അത്തരത്തിലുള്ള കാര്യത്തെ ഡിനൈ ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തുവെക്കാൻ തന്നെ. ഈവൻ ആ ഒരു വെബ്സൈറ്റ് സസ്പെൻഡഡ് ആണ്. ആ ഒരു വെബ്സൈറ്റിലെ സസ്പെൻഡ് ചെയ്ത വെബ്സൈറ്റിലെ ആർച്ചീവ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ പോലും ഇന്ത്യയെ ഒരു ആക്റ്റീവ് കൺട്രി ആയിട്ട്, ഓപ്പറേഷണൽ കൺട്രി ആയിട്ട് 2015 മുതൽ 20 വരെ ലിസ്റ്റ് ചെയ്യുന്ന പോലും ഇല്ല എന്നുകൂടി ഓർത്തുവെക്കാൻ തന്നെ. അപ്പോൾ ഇന്ത്യയിൽ മുൻപേ USAIDന്റെ ഫണ്ടിങ്ങുകൾ ഉണ്ടായിരുന്നു, അത് 21 മില്യണിനേക്കാൾ വളരെ കുറവാണ് എന്നുകൂടി ഓർത്തുവെക്കാൻ തന്നെ. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഇതിന്റെ മേലെ കൺസേൺസ് റേസ് ചെയ്തിട്ടുണ്ട്. തെറ്റായിട്ടുള്ള വിവരങ്ങൾ രാജ്യത്തെക്കുറിച്ച് പറയുന്നതിനെ കുറിച്ചുള്ള കൺസേൺ റേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം എന്തൊക്കെയോ കാര്യങ്ങൾ തെറ്റായിട്ടുള്ളതാണ്, അതിന്റെ ആധികാരികതയൊന്നും ഉറപ്പുവരുത്താതെ ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് കൂടി ഓർത്തു വെക്കാം. അടുത്തൊരു വാർത്ത RBIയുടെ ഈ ഒരു കറൻസി സ്വാപ്പ് എഗ്രിമെന്റുമായി അല്ല കറൻസി സ്വാപ്പ് മെക്കാനിസവുമായി ബന്ധപ്പെട്ടാണ്. ഈ ഒരു വിഷയം കഴിഞ്ഞ ദിവസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ റുപ്പീന്റെ ലിക്വിഡിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇന്ത്യൻ റുപ്പിയെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു എഫേർട്ട് ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏകദേശം 10 ബില്യൺ
റുപ്പീസ് ആണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് ഡോളർ റുപ്പി സ്വാപ്പ് ആക്ഷൻ, ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ബാങ്കുകളുടെ കയ്യിൽ നിന്നും ഡോളർ വാങ്ങിയിട്ട് ഇന്ത്യൻ റുപ്പിയെ ബാങ്കുകൾക്ക് ഒരു 3 വർഷത്തെ എഗ്രിമെന്റിൽ കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് കൂടി ഓർപ്പിക്കേണ്ടതായിട്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് ഫോറിൻ ക്യാപിറ്റൽ നമ്മുടെ രാജ്യം വിട്ടു പോകുന്ന സമയത്ത് നമ്മുടെ റുപ്പി ഡീസ്റ്റബിലൈസ് ആവുന്നുണ്ട്, റുപ്പിയുടെ മൂല്യം കുറയുന്നുണ്ട്. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സാഹചര്യത്തെ, അതായത് ഫോറിൻ ക്യാപിറ്റൽ ഫ്ലീ ചെയ്യുമ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ വരവോട് കൂടിയിട്ട് അദ്ദേഹം താരിഫുമായി ബന്ധപ്പെട്ടും ടാക്സ് കട്ടുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ വളരെയധികം വീക്കൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 3 വർഷത്തെ ഡ്യൂറേഷനിൽ ഈ ഒരു കറൻസി സ്വാപ്പ് കൊണ്ടുവരുന്നതായിട്ടുള്ളത്. 5 ബില്യൺ ജാനുവരിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് 6 മന്ത് ഡ്യൂറേഷനിലാണ് ജാനുവരിയിൽ ചെയ്തത്. ഇപ്പോൾ ഈ ഒരു ഫെബ്രുവരി മാർച്ചിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് 10 ബില്യൺ ആണ്. അത് 3 വർഷത്തെ ഡ്യൂറേഷനിലേക്കാണ് എന്നുള്ളതാണ്. ഈ ഒരു രണ്ട് ഓപ്ഷൻസും കൂടി ഏകദേശം 1.3 ട്രില്യൺ നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് ഇന്ത്യൻ റുപ്പി കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇന്ത്യൻ ലോക്കൽ കറൻസിയെ, ഇന്ത്യൻ റുപ്പിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതിന്റെ ലിക്വിഡിറ്റി ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇൻഫ്ലേഷണറി പ്രഷേഴ്സിനെ കൺട്രോൾ ചെയ്യാനും സഹായിക്കും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. എക്കണോമിസ്റ്റുകൾ ഏകദേശം 5 ബില്യൺ US$ ഇൻഫ്യൂഷൻ തന്നെ ഏകദേശം 1.7 ട്രില്യൺ ലിക്വിഡിറ്റി ഡെഫിസിറ്റ് ഇന്ത്യയിൽ ഉണ്ട്. ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിൽ അത്രയും ഇന്ത്യൻ റുപ്പിയുടെ ലിക്വിഡിറ്റി ഉണ്ട്, ഡെഫിസിറ്റ് ഉണ്ട് എന്നാണുള്ളത്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏകദേശം 1.3 ട്രില്യൺ കൊണ്ടുവരുന്നത്. RBI 2019 ഇതേപോലെ കറൻസി സ്വാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലോങ്സ്റ്റ് ഡ്യൂറേഷൻ ഉള്ള കറൻസി സ്വാപ്പ് ആണ് RBI ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതെന്നും കൂടി ഓർത്തുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യൻ റുപ്പി വളരെ വീക്കറാണ്, ഒരുപാട് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ഉണ്ട്. അതുകൊണ്ട് തന്നെ റുപ്പി ഏകദേശം ഡോളറിന് അഗെയിൻസ്റ്റ് ഒക്ടോബറിൽ മാത്രം 3.3% ഡെപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഈവൻ ഫെബ്രുവരിയിൽ പോലും 31 ബില്യൺ US$ ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി RBIയുടെ കയ്യിലുണ്ടായിരുന്ന 111.2 ബില്യൺ, അതായത് അതിന്റെ റിസർവിന്റെ 18% US$ സെല്ല് ചെയ്തിട്ടാണ് ഇന്ത്യൻ റുപ്പിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് എന്ന് കൂടി ഓർത്തുവെക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സെല്ലിംഗ് ഒഴിവാക്കിക്കൊണ്ട് കറൻസി സ്വാപ്പ് വഴി ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുമെന്നാണ് RBI കരുതുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ ബാങ്കുകൾക്ക് ക്രെഡിറ്റ് എക്സ്റ്റൻഷൻ സപ്പോർട്ടും നൽകും എന്നുള്ളതാണ്. അപ്പോൾ ഇതുവഴി നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുന്നു, എംപ്ലോയ്മെന്റ് വർദ്ധിക്കുന്നു, GDP ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നൊക്കെയാണ് RBI പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തെ കുറിച്ചാണ്. ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ ചീപ്പ് ലേബറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനു പകരം നമ്മുടെ എക്കണോമി ഇന്നോവേഷന് വേണ്ടി ഫോക്കസ് ചെയ്യണം എന്നാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൈഗ്രന്റ് വർക്കേഴ്സ്, അതായത് ഈ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർ, അവർ ലുധിയാനയിൽ 11 മുതൽ 12 മണിക്കൂറൊക്കെയാണ് വർക്ക് ചെയ്യുന്നതായിട്ടുള്ളത് ഫാക്ടറിയിൽ. വിത്തൗട്ട് ബ്രേക്ക് ഒക്കെ ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് ഓർത്തുവെക്കുന്നത്. അവരുടെ ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ, ഈ ജോലി സമയം കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വീടുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടും ഭക്ഷണം പാകം ചെയ്യാനും ഉറങ്ങുന്നതിനും വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള റെസ്റ്റിന് വേണ്ടിയിട്ടോ പേഴ്സണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ കൃത്യമായിട്ടുള്ള ദിവസങ്ങളോ സമയമോ ഒന്നും കിട്ടുന്നില്ല എന്നാണ്. അപ്പോൾ ഈ ഒരു ഇൻഫോർമൽ സെക്ടേഴ്സിലുള്ള വർക്കേഴ്സ് അവരുടെ വർക്കിംഗ് അവേഴ്സ് വളരെ ലോങ് ആണ്. അവർക്ക് ഇന്ത്യയുടെ വർക്ക് ഫോഴ്സിന്റെ ഭൂരിഭാഗവും ഈ ഇത്തരത്തിലുള്ള ഇൻഫോർമൽ കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങളോ ബെനിഫിറ്റുകളോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ വർക്ക് ഫോഴ്സിന്റെ 21.7% മാത്രമാണ് സാലറീഡ് ജോബ്സ് ഉള്ള ആൾ, ശമ്പളമുള്ള മാസം കൃത്യം വരുമാനം കിട്ടുന്ന ആൾക്കാർ വെറും 21.7%. ബാക്കിയുള്ള ആൾക്കാർ, അതായത് ഏകദേശം 78.3% ആൾക്കാരും പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ കണക്ക് പ്രകാരം കാഷ്വൽ ലേബേഴ്സ് ആണ്, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ആണ്. പല റെഗുലർ വർക്കേഴ്സ് ആയാലും ഇൻഫോർമൽ കണ്ടീഷനിലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ യാതൊരു കോൺട്രാക്റ്റും ഇല്ല, പെയ്ഡ് ലീവ് ഇല്ല. അതുപോലെ തന്നെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി, പെൻഷനോ PF അങ്ങനെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഇൻഷുറൻസോ അങ്ങനെ ഒന്നും കിട്ടാത്ത സാഹചര്യമാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ആൾക്കാർ അൺഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് പോകുന്നത് അവരുടെ വർക്കിംഗ് കണ്ടീഷൻ വളരെ മോശമാവുന്നതിനും കാരണമായിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ്
ഈ ഓതർ ഇന്ത്യൻ ലേബർ ഫോഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ ഇൻഡസ്ട്രി എങ്ങനെയാണ് ഗ്ലോബലി കോമ്പീറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ രാജ്യത്തുള്ള ചീപ്പ് ലേബറിനെ യൂസ് ചെയ്തിട്ടാണ് റാദർ ദാൻ ഇന്നോവേഷൻ ഓർ ടെക്നോളജി. നമ്മുടെ രാജ്യത്തെ കുറഞ്ഞ വേതനത്തിൽ ആൾക്കാരെ തൊഴിൽ ചെയ്യാൻ പറ്റും. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യൻ എക്കണോമി സർവൈവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഒരുപാട് മണിക്കൂർ ആൾക്കാരെ പണിയെടുപ്പിച്ചും കുറഞ്ഞ വേതനം കൊടുത്തുമൊക്കെയാണ് അവർ പ്രൊഡക്ടിവിറ്റി ഇംപ്രൊവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ലാതെ ആധുനിക ടെക്നോളജീസോ ആധുനിക മെത്തേഡുകളോ കൊണ്ടുവന്നിട്ടുള്ളതല്ല. മറിച്ച് ഡെവലപ്ഡ് കൺട്രീസിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇൻഡസ്ട്രീസ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എഫിഷ്യൻസി അതുപോലെ ത്രൂ ടെക്നോളജിയാണ്. അതായത് സാങ്കേതിക വിദ്യകൾ വഴി എഫിഷ്യൻസി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയിൽ ഇത് ഇന്നും യാഥാർത്ഥ്യമല്ല. ലോങ് വർക്കിംഗ് അവേഴ്സിൽ ഒരുപാട് സമയം തൊഴിലാളികളെ പണിയെടുപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നതായിട്ടുള്ളത്, കമ്പനികൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റുകൾ ചീപ്പ് ലേബറിനെയാണ് പ്രിഫർ ചെയ്യുന്നതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്മോളർ ആയിട്ടുള്ള അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഫേംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് താല്പര്യം. അത് ലേബർ ഫോഴ്സിന്റെ സാഹചര്യം വളരെ മോശമാക്കി എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഗാർമെന്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അത് ഗ്ലോബൽ എക്സ്പോർട്ടിന്റെ വെറും 3.1% ഷെയർ മാത്രമാണ് ഈ ഒരു സെക്ടറിന് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ്. ഈ ഒരു മേഖലയിൽ കാര്യമായിട്ടുള്ള മോഡേണൈസേഷൻ ഇല്ല, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റുകൾ ഇല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഗ്രോത്ത് വളരെ പരിമിതമാണ് എന്നുകൂടി ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മേഖലയിലും ലോ വേജസ് ആണ്, ഒരുപാട് വർക്കിംഗ് അവേഴ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ വർക്കേഴ്സിന്റെ പർച്ചേസിംഗ് പവർ, അവർക്ക് കാര്യമായിട്ടുള്ള വേതനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അവർക്ക് കാര്യമായിട്ടുള്ള പർച്ചേസിംഗ് പവർ ഇല്ല. നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള കൺസംഷൻ ഇല്ല. ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ തന്നെ സ്റ്റോൾ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ടെക്നോളജിക്കൽ ആയിട്ടുള്ള മാനേജീരിയൽ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്ന് ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ രക്ഷപ്പെടുത്തേണ്ടതായിട്ട് ലോ വേജസിൽ നിന്നും സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ആ ഒരു പ്രോഗ്രസിൽ നിന്നും പുറത്തു കടക്കേണ്ടതായിട്ട് ആവശ്യമാണ് എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നത്. അടുത്തത് ഇന്ത്യയുടെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യൻ പോപ്പുലേഷൻ നമ്മൾ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്ത് സ്കിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ ലോകത്തിന് തന്നെ ഒരു ലേബർ മാർക്കറ്റായിട്ട് നമ്മുടെ രാജ്യത്തിന് മാറാൻ പറ്റും എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2030 ലോകത്ത് ഒരു ടാലന്റ് ഷോർട്ടേജ്, കഴിവുള്ള ആൾക്കാരുടെ ഷോർട്ടേജ് ഉണ്ടാവും എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഏകദേശം 85 മില്യൺ സ്കിൽഡ് വർക്കേഴ്സിന്റെ റിക്വയർമെന്റ് ഉണ്ടാവും. ഈ ഒരു ഷോർട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് $8.45 ട്രില്യൺ ആനുവൽ റവന്യൂവിന്റെ ലോസ് ആണ് ഉണ്ടാവുക. ഇത് ആക്ച്വലി ജപ്പാന്റെയും ജർമ്മനിയുടെയും ഒക്കെ GDP കമ്പൈൻ ചെയ്ത ലെവലിലേക്ക് വരും എന്നുകൂടി ഓർത്തു വെക്കാൻ തന്നെ. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഇവിടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം ഈ ഒരു ഡെഫിഷ്യൻസിയിൽ, ഈ ഷോർട്ടേജിലേക്ക് ആവശ്യത്തിന് മാൻ പവറിനെ സപ്ലൈ ചെയ്യാൻ നമ്മുടെ രാജ്യത്തിന് പറ്റുമെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വലിയ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ ഇവിടെ യൂറോപ്പ്, ഗൾഫ് കൺട്രീസ്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ തുടങ്ങിയുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് ഈ ഒരു സ്കിൽ ഷോർട്ടേജ് ഉണ്ടാവുക. ഹെൽത്ത് കെയർ സെക്ടർ, മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ, സർവീസ് സെക്ടറിലൊക്കെ ഈ ഒരു വലിയ ഡിമാൻഡ് ഉണ്ടാവും എന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓട്ടോമേഷൻ, ബിഗ് ഡാറ്റ, സസ്റ്റൈനബിലിറ്റി തുടങ്ങിയിട്ടുള്ള മേഖലകളിലും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയുടെ പ്രശ്നം എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വർക്ക് ഫോഴ്സ് ഉണ്ടാക്കാൻ അവർക്ക് സ്കിൽ ട്രെയിനിങ് കൊടുക്കണം. അതുപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെഗുലേറ്ററി ഇമിഗ്രേഷൻ ബാരിയേഴ്സിനെ ഒഴിവാക്കി കൊടുക്കേണ്ടതാണ്. നിലവിലുള്ള വിസ പ്രോസസ് ഒക്കെ വളരെ കോംപ്ലക്സ് ആണ്. വർക്ക് പെർമിറ്റ് കിട്ടലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അത് സ്കിൽഡ് വർക്കേഴ്സിന്റെ അവൈലബിലിറ്റിയെ ഷോർട്ടൺ ചെയ്യുന്നുണ്ട്, കുറക്കുന്നുണ്ട്. ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടതായിട്ടുള്ളത്. അതേപോലെ തന്നെ രാജ്യത്തെ സ്കിൽ മിസ്മാച്ചുകൾ ഉണ്ടെങ്കിൽ അഡ്രസ് ചെയ്യുക, പോളിസി ബാരിയേഴ്സിനെ അഡ്രസ് ചെയ്യുക, ലാംഗ്വേജ് കൾച്ചറൽ ഇന്റഗ്രേഷൻ ചാലഞ്ചസിനെയൊക്കെ അഡ്രസ് ചെയ്യുക. അതുവഴി എല്ലാ വിഭാഗം ആൾക്കാർക്കും സ്കിൽഡ് ട്രെയിനിങ് കിട്ടുക, അവർക്ക് ലോകത്തിന്റെ ലേബർ ഫോഴ്സിന്റെ ഭാഗമായിട്ട് മാറുക. അതുവഴി രാജ്യത്തിലേക്ക് നമുക്ക് ഫോറിൻ റെമിറ്റൻസ് ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് അവൈലബിൾ ആണെന്നെങ്കിൽ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു പ്രാക്ടീസസുകളെയൊക്കെ തടയാൻ വേണ്ടി പറ്റും. ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെയൊക്കെ തടയാൻ വേണ്ടി പറ്റും. ഇതെല്ലാം തന്നെ മൈഗ്രന്റ് വർക്കേഴ്സ് നേരിടുന്ന ചാലഞ്ചസ് ആണ് എന്നുകൂടി ഓർത്തുകൊണ്ട് തന്നെ. അപ്പോൾ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇന്ത്യക്ക് വിവിധ രാജ്യങ്ങളുമായിട്ട് ബൈലാറ്ററൽ എഗ്രിമെന്റുകൾ സൈൻ ചെയ്തിട്ടുണ്ട്, ഇനിയും സൈൻ ചെയ്യാവുന്നതാണ്. ഇത് പ്രധാനമായിട്ടും ട്രേഡുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇന്ത്യൻ വർക്കേഴ്സിന്റെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ കൂടി ഇത്തരം ബൈലാറ്ററൽ എഗ്രിമെന്റുകളിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ ചെയ്യുക, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് വർക്കേഴ്സിന്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഗ്ലോബൽ ഡിമാൻഡിന്
അനുസരിച്ച് അതുപോലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ നൽകി കൃത്യമായിട്ടുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് ക്വാളിഫിക്കേഷൻ ഉറപ്പുവരുത്തി സർക്കുലർ മൈഗ്രേഷൻ കൃത്യമായിട്ട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അവർ തിരിച്ചു വരുന്നുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഗ്ലോബൽ മാർക്കറ്റിനെ ഈ ഒരു സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ സപ്ലൈ ചെയ്യാൻ ഏറ്റവും കാപ്പബിൾ ആയിട്ടുള്ള രാജ്യമാണ്. പക്ഷെ നമ്മൾ കൃത്യമായിട്ടുള്ള സ്കിൽ പ്രോഗ്രാമുകൾ നടത്തേണ്ടതായിട്ട് അപ്പോൾ ആന്റി ഇമിഗ്രേഷൻ സെന്റിമെന്റ്സ് പല രാജ്യങ്ങളിലുണ്ട്. പ്രത്യേകിച്ചും US അവിടത്തേക്ക് ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടി വിസയൊക്കെ കട്ട് ചെയ്യാണ്, അവിടെയുള്ള ആൾക്കാരെയൊക്കെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയിൽ സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇല്ലീഗൽ മൈഗ്രേഷനെ നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ ഗ്ലോബൽ റെപ്യൂട്ടേഷൻ, കാരണം അമേരിക്കയിൽ നിന്നൊക്കെ ഇന്ത്യയിലേക്ക് ആൾക്കാരെ തിരിച്ചയക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെ 2030 കൂടിയിട്ട് ഇന്ത്യയുടെ GDP ഏകദേശം 9 ട്രില്യൺ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ വർക്ക് ഫോഴ്സ് മൊബിലിറ്റി കൃത്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിലേക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത, രൺവീർ അലഹബാദിയ അദ്ദേഹത്തിന് ഇന്ററിം ഗ്രാൻഡ് റിലീഫ് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു രൺവീർ അലഹബാദിയുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഈ ഒരു ബെയിൽ കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ ഈ ഒരു ബെയിൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. അപ്പോൾ ഈ ഒരു രൺവീർ അലഹബാദിയ അദ്ദേഹം യൂട്യൂബിൽ നടത്തിയിട്ടുള്ള കമന്റുകൾക്കെതിരെ അദ്ദേഹത്തിന് ഒരു ഇന്ററിം പ്രൊട്ടക്ഷൻ സീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ രാജ്യത്തിന്റെ പല ഭാഗത്തും FIRs ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് ഒറ്റ FIR ആക്കി മാറ്റണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ബെയിൽ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇനി സോഷ്യൽ മീഡിയയിലോ ഒന്നും തന്നെ വീഡിയോ ഇടരുത്, കണ്ടന്റുകൾ ഒന്നും ഇടരുത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഓർത്തു. അപ്പോൾ ഈ ഒരു വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അലഹബാദി ആവശ്യപ്പെട്ടത് FIRസിനെ കൺസോളിഡേറ്റ് ചെയ്യണം. കാരണം രാജ്യത്തിന്റെ പല ഭാഗത്തും FIR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കോടതിയിലേക്കും പോകേണ്ടി വരും. അതൊരു തരത്തിലുള്ള ഹറാസ്മെന്റ് ആണ്. അപ്പോൾ അതിന് ഒരേ കുറ്റത്തിന് പല കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നത് ശരിയല്ല, എല്ലാം കമ്പൈൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ സുപ്രീം കോടതിയും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരാളെ ഹറാസ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് അതിനെ ഉപയോഗിക്കരുത്, എല്ലാ കേസിനെയും കമ്പൈൻ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ബെയിൽ കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ ബെയിൽ കൊടുക്കുമ്പോൾ ഇന്ററിം റിലീഫ് കൊടുക്കുമ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു, ഓർത്തു വെക്കേണ്ട കാര്യം. അപ്പൊ ഈ ബെയിൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് അത് സാധാരണ നിയമത്തിൽ മെൻഷൻഡ് ആയിരിക്കില്ല. ഓരോ ആളുടെയും സാഹചര്യത്തിനനുസരിച്ച് ആണ് കണ്ടീഷൻസ് സെറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് അദ്ദേഹം രാജ്യം വിട്ടു പോകാൻ സാധ്യതയുണ്ടോ, അദ്ദേഹം വിറ്റ്നസിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ, അദ്ദേഹം എവിഡൻസുകൾ ടാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെ പല കാര്യങ്ങളും പരിശോധിച്ചിട്ടാണ് സാധാരണ ഈ ഒരു ബെയിൽ നൽകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പലപ്പോഴും ഓവർലി റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസ്, പ്രൈവറ്റ് ഡാറ്റയൊക്കെ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് അൺകൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, ഭരണഘടനാ വിരുദ്ധമാണെന്ന് മുന്നേയുള്ള റൂളുകളിലൊക്കെ തന്നെ ഓർഡറുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഗാഗ് ഓർഡർ ആണ് ഇമ്പോസ് ചെയ്തതെന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു ഇനി സോഷ്യൽ മീഡിയയിൽ തീരുമാനമാവുന്നവരെ നിങ്ങൾ പോസ്റ്റുകളൊന്നും ഇടരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളത് ഒരു പ്രിയർ റീസ്ട്രെയിൻ, അതായത് ഇനിയും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മാർഗം എന്ന രീതിയിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ പോലും ഇത് വയലേഷൻ ഓഫ് ഫ്രീ സ്പീച്ച് എന്ന രീതിയിലാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. കാരണം ഒരാളോട് പറയുകയാണ് നിങ്ങൾ ഇനി സംസാരിക്കരുത് എന്ന് പറയുന്നത് പോലെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസിനെ മുന്നേ സുപ്രീം കോടതി തന്നെ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടും ഇത് ഒരു പ്രൊഫഷണൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫ്രീ സ്പീച്ചിനെതിരെ ഒരു വയലേഷൻ ആയിട്ട് മാറും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബെയിൽ കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സ് ആണുള്ളത്. ഒന്ന് പ്രതീക് ബൻസാൽ സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ കേസ് 2022 ഒരേ കേസിന് തന്നെ മൾട്ടിപ്പിൾ FIR ഇടുന്നത് ഒരു ഒഫൻസ്, ഒരു ശരിയല്ല എന്നുള്ള, അതൊരു ഹറാസ്മെന്റിനുള്ള ടൂളാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ കേസ് രജിസ്ട്രേഷനെ സെൻട്രലൈസ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് ആവശ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊന്നാണ് സത്യേന്ദർ കുമാർ അന്തിൽ CBI 2022 അതായത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ബെയിൽ കണ്ടീഷൻസ് കൊണ്ടുവരുത് എന്ന് പറഞ്ഞിരുന്നു. കാരണം ഇമ്പോസിബിൾ ആയിട്ടുള്ള ബെയിൽ കണ്ടീഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരാൾക്കും ബെയിൽ മീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ടും ആ ഒരു ബെയിൽ നൽകിയിട്ട് അദ്ദേഹം ബെയിൽ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അറസ്റ്റിന് കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള ബെയിൽ കണ്ടീഷൻസ് വെക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. മറ്റൊന്ന് ഫ്രാങ്ക് വൈറ്റസ് വാസ് നാർക്കോട്ടിക് സെൻട്രൽ ബ്യൂറോയുടെ, അതായത് ഈ ഒരു കേസിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അതായത് ഒരാൾ അയാളുടെ ഗൂഗിൾ മാപ്സിന്റെ ലൊക്കേഷൻ ഷെയർ ചെയ്യണം എന്നൊക്കെ പറയുന്നത് അയാളുടെ പ്രൈവസി റൈറ്റ്സ് ആണ്. റൈറ്റ് ടു പ്രൈവസി ആർട്ടിക്കിൾ 21 ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ വരുന്നതാണ്. ആർട്ടിക്കിൾ 21 കീഴിലുള്ള റൈറ്റ് ടു പ്രൈവസിയുടെ ലംഘനമാണ് എന്നാണ് ഒരാൾ അയാളുടെ ബെയിൽ കണ്ടീഷന്റെ ഭാഗമായിട്ട് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഒക്കെ ഷെയർ ചെയ്യണം എന്നാവശ്യപ്പെടുന്നത്. കാരണം അയാളുടെ സ്വകാര്യതയുമായുള്ള ഒരു കടന്നുകയറ്റമാണ്, അത്തരത്തിൽ ചെയ്യേണ്ടതില്ല എന്നും പറഞ്ഞിട്ടുണ്ടെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ സാധാരണ ബെയിൽ കണ്ടീഷൻ സാഹചര്യത്തിനനുസരിച്ചാണ് ചെയ്യാറുള്ളത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്.
അടുത്തൊരു വാർത്ത, USAID ഇന്ത്യയിലെ 7 പ്രൊജക്റ്റുകൾ മാത്രമേ ഫണ്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് റിപ്പോർട്ട് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ മിനിസ്ട്രിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ USAID ഇന്ത്യയിലെ 7 പ്രൊജക്റ്റുകൾ മാത്രമാണ് ഫണ്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം $750 മില്യൺ പ്രൊജക്റ്റുകളാണ്. അപ്പോൾ ടോട്ടൽ ഒബ്ലിഗേഷൻ 97 മില്യൺ ആണ്. ഏകദേശം 825 കോടി രൂപയുടേതാണ് എന്ന് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും അഗ്രികൾച്ചറൽ, ഫുഡ് സെക്യൂരിറ്റി, വാട്ടർ, സാനിറ്റേഷൻ, റിന്യൂവബിൾ എനർജി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഹെൽത്ത് തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് ഈ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ ഫണ്ടിങ് നൽകിയിട്ടുള്ളത്. അതായത് സസ്റ്റൈനബിൾ ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് അഡാപ്ഷൻ പ്രോഗ്രാമുകൾക്കും എനർജി എഫിഷ്യൻസി ടെക്നോളജി കൊമേഴ്ഷ്യലൈസേഷൻ പ്രോഗ്രാമിനും നൽകിയിട്ടുണ്ട് എന്നാണ്. അല്ലാതെ വോട്ടർ ടേൺ ഔട്ടുമായി ബന്ധപ്പെട്ട് 21 മില്യൺ അലോക്കേറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നത് തെറ്റാണെന്ന് ഓൾറെഡി ഫേക്ക് ന്യൂസ് ആണെന്ന് ഒപ്പോസിഷൻ പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ബംഗ്ലാദേശിനൊക്കെയാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ല. ഇത് ഇന്ത്യയെ മിസ്ലീഡ് ചെയ്യുന്ന, ഇന്ത്യയെ കുറിച്ച് ലോകത്തിന് മുന്നിൽ തെറ്റായിട്ടുള്ള വിശദാംശങ്ങൾ കൊടുക്കുന്നതിന് കാരണമാകും എന്നൊക്കെയാണ് ഒപ്പോസിഷൻ പാർട്ടീസ് ക്രിട്ടിസൈസ് ചെയ്യുന്നതും കൂടി ഓർത്തു വെക്കുന്നത്. അടുത്തത്, നമ്മുടെ രാജ്യത്തിന്റെ ചന്ദ്രയാന്റെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ചന്ദ്രന്റെ സൗത്ത് പോളിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാപ്പ് തയ്യാറാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് വരുന്നതായിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ചന്ദ്രന്റെ സൗത്ത് പോളിന്റെ ലൂണാർ ജിയോളജിക്കൽ മാപ്പ് ചന്ദ്രയാൻ ഡാറ്റ ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ്. ഇത്തരത്തിലുള്ള ഫസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ജിയോളജിക്കൽ മാപ്പാണ് തയ്യാറാക്കുന്നത് ചന്ദ്രന്റെ സൗത്ത് പോൾ റീജിയനുള്ള. അപ്പോൾ ഇത് ചന്ദ്രയാൻ 3 പ്രഗ്യാൻ റോവർ എന്നുള്ള ഡാറ്റ വെച്ചിട്ടാണ് തയ്യാറാക്കിയുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും ചന്ദ്രന്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിന്റെ എവല്യൂഷൻസിനെ കുറിച്ചും അതിന്റെ ആൻഷ്യൻ അണ്ടർഗ്രൗണ്ട് മാഗ്മ ഓഷ്യനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇന്ത്യയിലെ അഹമ്മദാബാദിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ ആൾക്കാരും പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാരും ISROയും ചേർന്നുകൊണ്ടാണ് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് 9 ദിവസത്തെ ഡാറ്റ, പ്രഗ്യാൻ റോവറിന്റെ 9 ദിവസത്തെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു മാപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ മാപ്പ് വെച്ചുകൊണ്ട് ആ ഒരു സൈറ്റിലെ ലാൻഡിംഗ് സൈറ്റും അവിടുത്തെ ഡെബ്രിസും അവിടുത്തെ ക്രേറ്ററിനെ കുറിച്ച്, അവിടെ ഷോംബർഗർ ക്രാറ്റർ എന്ന് പറയുന്ന ഒരു ക്രാറ്റർ ഒക്കെ ഉണ്ട്, ഈ ക്രേറ്ററിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലെയറിന്, ചന്ദ്രന്റെ ഉപരിതലത്തിന് താഴെ മാഗ്മ ചേംബർ ഉണ്ട് എന്നുള്ളത് അത് ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ, പ്രഗ്യാൻ റോവറിലുള്ള ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൻഷ്യന്റ് ആയിട്ട് മോൾട്ടൺ റോക്ക് ഓഷ്യന്റെ സംബന്ധിച്ചുള്ള തിയറീസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതാണ് ഈ ഒരു കണ്ടെത്തൽ എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രന്റെ ജിയോ കെമിസ്ട്രി സംബന്ധിച്ചും ഐസോട്ടോപിക് കോമ്പോസിഷനെ സംബന്ധിച്ചൊക്കെയുള്ള ഭൂമിയുമായിട്ടുള്ള വളരെയധികം സിമിലാരിറ്റി ഉണ്ട്. അതായത് രണ്ട് ഭൂമിക്കും ചന്ദ്രനും ഒരേ ഒറിജിൻ ആണ് എന്നുള്ള രീതിയിൽ, ഒരേ മോൾട്ടൺ മെറ്റീരിയൽസ് എന്നുള്ള ഒറിജിൻ തന്നെയാണ് എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള എവിഡൻസുകളും ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഭൂമിയിൽ ഒരു പ്ലാനറ്ററി റോക്ക് വന്നിടിക്കുകയും അതിൽ നിന്നുള്ള ഭാഗം അടർന്നു പോയിട്ടാണ് ചന്ദ്രൻ രൂപപ്പെട്ടത് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഡെബ്രിസിൽ നിന്നാണ് ചന്ദ്രൻ രൂപപ്പെട്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള തിയറീസ് ഉണ്ട്. അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിനുള്ള എവിഡൻസുകളാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ വിക്രം ലാൻഡർ സൗത്ത് പോളിന് അടുത്തുള്ള ഐറ്റ്കിൻ ബേസിൻ എന്ന് പറയുന്ന സ്ഥലത്താണ്, അതായത് സോളാർ സിസ്റ്റത്തിൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇമ്പാക്ട് ക്രേറ്റേഴ്സ് ആണ് ഈ ഒരു ഐറ്റ്കിൻ ബേസിൻ പ്രദേശത്തുള്ളത്. ചന്ദ്രനിലുള്ള സ്ഥലമാണ്, അവിടെയാണ് ലാൻഡ് ചെയ്തത്. അപ്പോൾ ഈ ലൂണാർ ക്രേറ്റേഴ്സ് അന്നത്തെ സ്പേസ് ഇമ്പാക്റ്റുകളെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്ലാനറ്ററി എവല്യൂഷൻസിനെ കുറിച്ചോ ഈ ഗ്രഹങ്ങളുടെ രൂപീകരണത്തെ കുറിച്ചൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടാൻ സഹായിക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്തിക്കുന്നത്. അപ്പോൾ ചന്ദ്രന് അറ്റ്മോസ്ഫിയർ ഇല്ല. അപ്പോൾ ഈ ഒരു ക്രേറ്റേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. മില്യൺസ് ഓഫ് ഇയേഴ്സിന്റെ ഒരു സ്പേസ് ഇമ്പാക്ട്സിന്റെ ഡാറ്റാസ് ഒക്കെ നമുക്ക് ചന്ദ്രന് കിട്ടും എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ക്രേറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ്, ഈ ആസ്ട്രോയിഡ് കൊളീഷനും അതുപോലെ സ്പേസ് റോക്ക് കൊളീഷനുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നൽകുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുക. അവിടെ ഹ്യൂമൻ മിഷൻസ് മൂണിൽ ഒരുപാട് കണ്ടാമിനേഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു കൺസേൺസും ഇതിന്റെ ഭാഗമായിട്ട് റേസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ലൂണാർ ഐസിലും റിസർവിലും റിഗോലിത്തിലും ഒക്കെ അവിടെയുള്ള റോക്ക് ഫ്രാഗ്മെന്റുകളും ഡിസ്കവറിനെ ഒക്കെയാണ് റിഗോലിത്ത് എന്ന് വിളിക്കുന്നത്. ഇതിനൊക്കെ കണ്ടാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ലൂണാർ ലാൻഡറിൽ ഉണ്ടായിട്ടുള്ള വാട്ടർ വേപ്പേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ എഞ്ചിൻസ് എന്നുള്ള വാട്ടർ വേപ്പേഴ്സ് ഒക്കെ അവിടെ ഫ്രീസ് ആയിട്ട് അവിടുത്തെ ലൂണാർ ഐസിനെ ഒക്കെ കണ്ടാമിനേറ്റ് ചെയ്യാനും അത് പിന്നെ നമ്മൾ ഡിറ്റക്ട് ചെയ്തില്ല, അവിടെ വെള്ളമുണ്ട് എന്ന് തോന്നൽ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളും ഈ ഒരു റിപ്പോർട്ടിലുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കൂടുതൽ മിഷൻസ് അയച്ചുകൊണ്ട് ലൂണാറിൽ മൈനിങ് നടത്താൻ വേണ്ടി പറ്റും. അത് ഈ ഒരു റിസ്ക് ഇൻക്രീസ് ചെയ്യും എന്നാണ്, അതായത് സയന്റിഫിക് റിസ്ക് ലൂണാർ അറ്റ്മോസ്ഫിയറിനെ കണ്ടാമിനേറ്റ് ചെയ്യും എന്നുള്ള ഒരു കാര്യം കൂടി ഇതിലൂടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കാം. അടുത്തൊരു വാർത്ത മൗണ്ട് എറ്റ്നയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ മൗണ്ട് എറ്റ്ന എന്ന് പറയുന്ന വോൾക്കാനോ അത് എറപ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ സിസിലിയിലുള്ള
മൗണ്ട് എറ്റ്ന എന്ന് പറയുന്ന വോൾക്കാനോ ടൂറിസ്റ്റുകൾ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എറപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കെതിരെ വാർണിംഗുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നാണ് വാർത്ത വരുന്നത്. അപ്പോൾ മൗണ്ട് എറ്റ്ന എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റോ വോൾക്കാനോ ആണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇറ്റലിയിലെ സിസിലിയിലാണ് എന്ന് ഓർക്കുക. ഇറ്റലിയിൽ ഒരുപാട് വോൾക്കാനോസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എറ്റ്ന കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇവിടെ സിസിലിയ എന്ന് പറയുന്ന മറ്റൊരു വോൾക്കാനോ, പനാരിയ, സ്ട്രോംബോളി തുടങ്ങിയിട്ടുള്ള വോൾക്കാനോസിനെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ വെസൂവിയസ് അതുപോലെ തന്നെ ക്യാമ്പി തുടങ്ങിയിട്ടുള്ള വോൾക്കാനോസിനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ അവിടുത്തെ കറ്റാനിയ എന്ന് പറയുന്ന സിറ്റിക്കും മെസീന കറ്റീനിയക്കും ഇടയിലായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആഫ്രിക്കൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും കൺവേർജ് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു എറ്റ്നയുടെ ലൊക്കേഷൻ എന്നുകൂടി ഓർത്ത് വെക്കുന്നതായിട്ട് നമുക്ക് ആഫ്രിക്കൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും കൺവേർജ് ചെയ്യുന്ന പോയിന്റ്സ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു പ്രദേശത്തായിട്ടാണ് ഈ ഒരു വോൾക്കാനോസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്തയാണ് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സുമായി ബന്ധപ്പെട്ടാണ്. ഫിസിക്സിന്റെ ഒരു പ്രധാനപ്പെട്ട ബ്രാഞ്ച് ആണ് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് എന്ന് പറയുന്നത്. അതായത് ഫിസിക്സ് റിസർച്ചിൽ ഏറ്റവും കൂടുതൽ റിസർച്ചുകൾ നടക്കുന്ന ഒരു ബ്രാഞ്ച് ആണ് എന്നുള്ളതാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് അതുപോലെ ലിക്വിഡിലുള്ള മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസും ബിഹേവിയറിനെയും കുറിച്ച് പഠിക്കുന്നതാണ്. അതായത് ഈ ഒരു കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിൽ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് തമ്മിൽ വളരെ അടുത്തുള്ള വളരെയധികം ഇന്ററാക്ട് ചെയ്യുന്ന മോളിക്യൂൾസുമായി ബന്ധപ്പെട്ട സ്റ്റഡീസ് ആണ്. ഇതിൽ ഗ്യാസസ് നോർമലി ഉൾപ്പെടില്ല. കാരണം ഗ്യാസസിൽ മോളിക്യൂൾസ് എല്ലാം വളരെ വളരെ അകലത്തിലാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഗ്യാസിന് ഒരു പ്രത്യേക ഷേപ്പ് ഒന്നും ഇല്ലാത്തത്. പക്ഷേ ലിക്വിഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു സോളിഡ്സ് ആയിക്കോട്ടെ വളരെ അടുത്താണ്. അപ്പോൾ ഇതിനെ തന്നെ വളരെയധികം സബ് ബ്രാഞ്ചുകളുണ്ട്. ഇലക്ട്രോണിക് കണ്ടൻസ്ഡ് മാറ്റർ ഉണ്ട്. പ്രത്യേകിച്ചും ഇലക്ട്രോണിന്റെ ബിഹേവിയർ സോളിഡ്സിലും ലിക്വിഡ്സിലും പഠിക്കുന്നതിനെയാണ്, പ്രത്യേകിച്ചും സെമി കണ്ടക്ടേഴ്സിലൊക്കെ പഠിക്കുന്നതാണ് ഇലക്ട്രോണിക് കണ്ടൻസ്ഡ് മാറ്റർ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. മറ്റൊന്നാണ് മാഗ്നറ്റിക് കണ്ടൻസ്ഡ് മാറ്റർ. മാഗ്നറ്റ്സും മാഗ്നറ്റിസും ഇതെങ്ങനെയാണ് ഈ ഒരു ക്ലോസ്ലി പ്ലേസ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ സ്വാധീനിക്കുന്നത് എന്നൊക്കെയാണ് മാഗ്നറ്റിക് കണ്ടൻസ്ഡ് മാറ്ററിൽ പഠിക്കുന്നത്. മറ്റൊന്നാണ് സോഫ്റ്റ് മാറ്റർ ഫിസിക്സ് എന്ന് പറയുന്നുണ്ട്. അതായത് വളരെ എളുപ്പത്തിൽ ഡിഫോം ചെയ്യുന്ന ബയോളജിക്കൽ ടിഷ്യൂസ് പോലുള്ള സോളിഡ് മെറ്റീരിയൽസിനെ കുറിച്ചാണ് സോഫ്റ്റ് മാറ്റർ ഫിസിക്സ്. മറ്റൊന്നാണ് നാനോ സയൻസിൽ, അതായത് ക്ലാസിക്കൽ അതുപോലെ തന്നെ ക്വാണ്ടം ഫിസിക്സിന്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന മെറ്റീരിയൽസ് ആണ് നാനോ മെറ്റീരിയൽസ്. വളരെ ചെറിയ ലെവലിലുള്ള മെറ്റീരിയൽസ് ആണ്. 10⁻⁹ മീറ്റർ ഒക്കെയാണ് സൈസ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ്. മറ്റൊന്നാണ് സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ സോളിഡ്സിനെയും ലിക്വിഡ്സിനെയും കുറിച്ചാണ്. സൂപ്പർ കണ്ടക്ടേഴ്സ്, അതായത് റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ ഫ്ലോ ചെയ്യുന്നവയാണ്. റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതാണ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൂപ്പർ ഫ്ലൂയിഡിറ്റി, അത്തരത്തിലുള്ള മെറ്റീരിയൽസ് സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്ന് പറയും. അപ്പോൾ ആ ഒരു മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ഈ ഒരു സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന ബ്രാഞ്ച് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. മോഡേൺ കമ്പ്യൂട്ടർ ടെക്നോളജിയിലും ഒപ്റ്റിക്കൽ ഫൈബേഴ്സിലും ലേസറുകളിലും പുതിയ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടുള്ള റിസർച്ചുകൾ ഈ ഒരു കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിൽ നടക്കുന്നുണ്ട് എന്നുകൂടി ഓർത്തിരിക്കുന്നതാണ്. ഏറ്റവും ആധുനികമായിട്ടുള്ളതാണ് ക്വാണ്ടം ടെക്നോളജിയും കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സും കമ്പൈൻ ചെയ്തുകൊണ്ട് ക്വാണ്ടം കണ്ടൻസ്ഡ് മാറ്റർ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ക്വാണ്ടം ഫിസിക്സിലെ മെറ്റീരിയൽസിന്റെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നതാണ്. പ്രത്യേകിച്ചും ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിലും അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എവിഡൻസുകൾ ഇതിൽ നിന്നും കിട്ടുന്നുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത ഇന്ത്യ US എയ്ഡിന്റെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് തെറ്റായിട്ടുള്ള, ലോകത്തിന് മുന്നിൽ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇന്ത്യയുടേതായിട്ടുള്ള സ്റ്റാൻഡുകൾ വെളിപ്പെടുത്തേണ്ടതായിട്ട്, ഇന്ത്യയുടെ റെസ്പോൺസ് കൃത്യമായിട്ടും ഇന്ത്യയുടെ പോളിസിയുടെ അടിസ്ഥാനത്തിലുള്ള റെസ്പോൺസുകൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നാണ് എഡിറ്റോറിയൽ ഓതർ ഹൈലൈറ്റ് ചെയ്യാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.